ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ജീവിതത്തിൽ നിരാശയും ഇനി മുന്നോട്ടൊരു യാത്ര പറ്റില്ല എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ നമുക്കെങ്ങനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കും എന്ന് മനസ്സിലാക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ലളിതമായി വിശദീകരിക്കാം. ആദ്യമായി സ്റ്റാർട്ട് ന്യൂ ഹാബിറ്റ്സ് എന്നതാണ്. അതായത് പുതിയ ശീലങ്ങൾ തുടങ്ങുന്നത്. നമ്മുടെ ജീവിതം എപ്പോഴും രൂപപ്പെടുന്നത് പുതിയ പുതിയ ശീലങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ദിവസവും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പുസ്തകങ്ങൾ വായിക്കാൻ ഒരു 5 മിനിറ്റ് സമയം മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇനി ജേണലിങ്, രാവിലെ ആണെങ്കിൽ ജേണലിങ് എഴുതാനും, ഇനി ഈവനിങ് ആണെങ്കിൽ നമുക്ക് താങ്ക് യു, അതിൻ്റെ നന്ദി രേഖപ്പെടുത്താനും സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പടിയാണ് ഡീക്ലട്ടർ ചെയ്യുക എന്നത്. അതായത് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നത്. ഡീക്ലട്ടർ എന്നത് വസ്തുക്കൾക്ക് മാത്രമല്ല, നമ്മുടെ ചിന്തകളും ബന്ധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. 3 തലത്തിലാണ് നമുക്ക് ഡീക്ലട്ടർ ചെയ്യാൻ സാധിക്കുക. ഒന്ന് ഫിസിക്കൽ, മെൻ്റലി, ഇമോഷണലി. 3 തരത്തിൽ നമുക്ക് ഡീക്ലട്ടർ ചെയ്യാൻ സാധിക്കും. ഫിസിക്കലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനാവശ്യ സാധനങ്ങൾ മാറ്റുക എന്നത്. ഉദാഹരണത്തിന് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡൊക്കെ അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എണീറ്റ് വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി അവിടെ നല്ല ഫ്രഷ്നെസ്സും നീറ്റും ആണെന്ന് ഉറപ്പാക്കാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് കാമായിരിക്കും. സാഹചര്യത്തിൽ നമുക്ക് അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കാമായിരിക്കാൻ സാധിക്കും. ആ സാഹചര്യത്തിൽ നമുക്ക് ഒന്നും കൂടി ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് വിട്ട് മൈൻഡിനെ കാമാക്കാൻ സാധിക്കും. ഇനി മെൻ്റലി നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക എന്നതാണ്. നെഗറ്റീവ് ചിന്തകൾ എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക? നെഗറ്റീവ് ചിന്തകൾ വരികയാണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് നമുക്ക് നെഗറ്റീവ് ചിന്തകൾ മാറ്റാൻ സാധിക്കും. ഇനി ഇമോഷണൽ ആയിട്ട് നമുക്ക് ഡീക്ലട്ടർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. വിഷമമുള്ള ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആകാനും ശാന്തമായിരിക്കാൻ നമുക്ക് സാധിക്കും. 3ാമത്തെ പോയിൻ്റ് എന്താണ്? അവോയ്ഡിങ് ഓൾഡ് സ്റ്റോറീസ്. നമ്മുടെ പഴയ കഥകൾ പറയുന്നത് നിർത്തുക എന്നത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എനിക്ക് പറ്റില്ല, എൻ്റെ ഭാഗ്യം മോശമാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടും ഓൾഡ് സ്റ്റോറീസ്, പഴയ ജീവിതത്തിൽ നമുക്ക് വന്ന മോശം സംഭവങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നിർത്തുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് പോസിറ്റീവായി നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സ് റിഫ്രഷ് ആക്കി നിർത്താനും നല്ല പോസിറ്റീവ് ചിന്ത മനസ്സിൽ കൊണ്ടുവരാനും